നമസ്കാരം. വിനോദയാത്രകൾ തെമ്മാടിത്തരത്തിൻ്റെ കൂത്തരങ്ങായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ ഉണ്ടായത്. ഒരു ചെറുപ്പക്കാരൻ, ആദിവാസി എന്ന് നമുക്ക് പറയാം, അത് അദ്ദേഹത്തിനെ അവഹേളിക്കാനോ അധിക്ഷേപിക്കാനോ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, അദ്ദേഹത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തെ ജനങ്ങൾ അങ്ങനെ കണ്ടു എന്നുള്ളതാണ്. അവിടെ കൂത്താടാനും വേണ്ടി ആഘോഷിക്കാനും വേണ്ടി എത്തിയ വിനോദസഞ്ചാരികൾ രണ്ട് വാഹനങ്ങൾ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ തർക്കത്തിൽ സ്വന്തം ഉപ്പൂറ്റി വരെ തകർന്ന് ആശുപത്രിയിൽ പരിക്കേറ്റ് കഴിയുന്ന മാതൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് നമ്മുടെ അടുത്ത സംസാര വിഷയമായി മാറുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യൻ അവിടെ തല്ലുകൂടിയപ്പോൾ മാനന്തവാടി വയനാട്ടിലുള്ള ആ പാവം പിടിച്ച മനുഷ്യൻ അവിടെ ചെന്നു. ഒരു ചെറുപ്പക്കാരനാണ്, അവിടെ ചെന്നു ആ പ്രശ്നത്തിലൊന്ന് ഇടപെട്ട് ഈ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ടി നോക്കി. ആ സമയത്ത് അതിലൊരുത്തൻ കല്ലും പൊക്കിയെടുത്ത് അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്നു. ആ കല്ലെടുത്തുള്ള ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നിന്ന് അദ്ദേഹത്തിനെ കാറിൽ കയറിയതിന് ശേഷം അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചുകൊണ്ട് പോയി. എവിടെയാടോ മനുഷ്യത്വം എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. നമുക്കറിയാം, ഒരു ആദിവാസി യുവാവിനെ, മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ എവിടെയോ പോയി ശകലം ഒരു കടയിൽ കയറി ശകലം ആഹാരത്തിന് വേണ്ടി മാത്രം എന്തോ എടുത്തു, വിശന്നിട്ടാണെന്നേ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കൂട്ടം ആയി ചേർന്ന് നിന്നുകൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി. എന്ത് നാടായി മാറുന്നു നമ്മുടെ കേരളം? എന്തു പറ്റി? അദ്ദേഹം അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്, ഒരു ആദിവാസി യുവാവായി പോയത് കൊണ്ടാണോ ഈ എന്ത് തോന്നിയാസവും അവർക്കെതിരെ കാണിക്കാമെന്നുള്ള തൻ്റെ ഇടമാണോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആദിവാസി യുവാവായതുകൊണ്ടും എന്തും ചെയ്തുകൂടാം എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസമാണോ നിങ്ങളെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? ഒരു കാറിലെത്തി കാറിനകത്തിരിക്കുമ്പോൾ ഞാനാണ് വലിയ ആള് എന്നുള്ള തോന്നലാണോ? അങ്ങനെ ഈ രീതിയിൽ ഒരു ആദിവാസി യുവാവിനോട്, മാതനോട് നിങ്ങൾക്ക് ഇമാതിരി തോന്നിവാസം കാണിക്കാനുള്ള ലൈസൻസ് തരുന്നത്? പോലീസ് അന്വേഷണം നടത്തി, ഒടുവിൽ വാഹനം കണ്ടെത്തി. വാഹനത്തിനുടമ മലപ്പുറത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് റിയാസ് എന്നുള്ള ഒരാളുടെ പേരിലാണ് ആ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ പോയ ആൾക്കാർ ആരൊക്കെയെന്നറിയണം. ഇത് ഉത്തർപ്രദേശിലല്ല, ബീഹാറിലല്ല, ഒറീസയിലല്ല, ഇത് നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ സംഭവിച്ച കാര്യമാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്, അതാണ് ശരി. പാവം പിടിച്ച മനുഷ്യനെ കാറിൽ ഇരുന്നു കൊണ്ട് വലിച്ചിഴച്ച് കൊണ്ടുപോവുക, ഇത്ര ദാരുണമായ, ഇത്രയ്ക്ക് മനുഷ്യത്വരഹിതമായ സമീപനം നമ്മുടെ കേരളക്കാർക്കുണ്ടായിപ്പോയല്ലോ. ഇത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഗതികേടെന്ന് ഓർക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഒരു മനുഷ്യനെ അടിച്ച് കൊന്ന് സെൽഫി എടുത്ത് അയാളെ കൈ രണ്ടും കൂട്ടിക്കെട്ടി തല്ലിക്കൊന്ന് കളഞ്ഞിട്ട് ഇവിടെ സെൽഫി എടുത്തവർക്കെതിരെ കേസില്ല, പലരും കൂറുമാറുന്നു സാക്ഷികൾ. ഇതാണോ ന്യായമുള്ള കേരളം? കേരളത്തിൻ്റെ അവസ്ഥ ഇതാണോ? അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയാണോ പുറം ലോകത്തുള്ളവർ വായിച്ചെടുക്കേണ്ടത്? ചിന്തിക്കണം. ഇവരെയൊക്കെ തെരഞ്ഞു പിടിക്കുകയാണ് വേണ്ടത്. ഇവരെ കൃത്യമായ അന്വേഷണത്തിലൂടെ തെരഞ്ഞു പിടിക്കുകയും ഒരു കാരണവശാലും സാക്ഷികൾ കൂറുമാറി എന്നുള്ള ഒരു പഴുതുപോലും ഇവർക്ക് കൊടുക്കാൻ പാടില്ല. ഒരു മനുഷ്യനോട് കാട്ടുന്ന അങ്ങേ അറ്റത്തെ നെറികേടല്ലേ 1/2 കിലോമീറ്ററോളം, ഏകദേശം 500 മീറ്റർ ദൂരത്തോളം ഒരു മനുഷ്യനെ കാറിൽ വേഗതയിൽ കെട്ടിവലിച്ചു കൊണ്ടുപോവുക, പിടിച്ച് വലിച്ച് നിലത്ത് വലിച്ചഴിച്ച്, റോഡിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോവുക. ഒരു മനുഷ്യനോട് കാട്ടാമോ ഈ ക്രൂരത? എന്തിന് ഒരു മൃഗത്തോട് കാണിക്കാൻ കഴിയുമോ ഇങ്ങനത്തെ ഒരു ക്രൂരത? കണ്ണില്ലാത്ത ക്രൂരത എന്നൊക്കെ പറയേണ്ടി വരും. വെറും അങ്ങേയറ്റത്തെ നെകളിപ്പ്. അതെങ്ങനെ? ഈ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയല്ലേ. ലഹരിയും ഈ പറഞ്ഞ ലഹരിക്കടത്തും ആവശ്യം പോലെ ഇല്ലേ? സിന്തറ്റിക്, നോൺ സിന്തറ്റിക് എന്നൊക്കെ പറയുന്ന എന്തെല്ലാം വിഷാംശങ്ങളാണ്, എന്തെല്ലാം ലഹരികളാണ് ഇന്നത് ചെറുപ്പക്കാരുടെ തല നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിനപ്പുറം അവർ കാണിക്കും. ആരോടും യാതൊരു വിധേയത്വമില്ലാത്ത ഒരു പുതിയ തലമുറ ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളോടും വിധേയത്വമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് സുഹൃത്തിനെ പോലും വെട്ടിക്കൊലപ്പെടുത്താൻ ശേഷിയുള്ള മാരകമായ തലച്ചോറായി നമ്മുടെ യുവാക്കൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒരു പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേർന്ന ഒരു ചെറുപ്പക്കാരനെ കാറിൽ ഇത്ര ദൂരം 1/2 കിലോമീറ്ററോളം വലിച്ചുകൊണ്ട് പോവുക. ദാരുണാവസ്ഥയാണ്. ഇവരെ കണ്ടെത്തുകയും ഇവർക്ക് നിയമം അനുശാസിക്കുന്ന അങ്ങേ അറ്റത്തെ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ഒരു മനുഷ്യനെ ആ മനുഷ്യത്വത്തെ, മനുഷ്യനെന്ന ബോധം പോലും ഇല്ലാതെ ഇമാതിരി തോന്നിവാസം കാണിക്കുന്നവരെ അങ്ങനെ തന്നെയാണ് ഈ പോലീസുകാർ ട്രീറ്റ് ചെയ്യേണ്ടത്. കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷാരീതിയാണ് ഇവിടെ
ആവശ്യമായി വരുന്നത്. അതിനുവേണ്ടി അന്വേഷണം എത്ര കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകണം. ഈ പറയുന്ന പോലെ മധുവിന് സംഭവിച്ച നീതികേട് ഈ മാതനെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.